എന്നെ വിടുക, അവൻ ഉഷസുതിക്കുന്നുവല്ലോ എന്ന് അവൻ പറഞ്ഞതിന്, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞത് യാക്കോബ് നിൽക്കുന്ന സ്ഥലം യാബോക്കിൻ്റെ കടവ് പറഞ്ഞത് ദൈവത്തിൻ്റെ ദൂതനോട്. ഹല്ലേലൂയ. ഈ ഭാഗം ഞാൻ നിങ്ങൾക്ക് പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, നമുക്കറിയാവുന്നുള്ള ഭാഗമാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളായിരിക്കുമ്പോൾ അവൻ ഓരോ വ്യക്തികളുടെയും ജീവിതത്തിനകത്ത് ഒരു യാബോക്കിൻ്റെ കടവുണ്ട്. ഹല്ലേലൂയ. ഓരോ വ്യക്തികളുടെയും ജീവിതത്തിനകത്ത് ഒരു യാബോക്കിൻ്റെ കടവുണ്ട്. യാക്കോബ് തൻ്റെ ജീവിതത്തിനകത്ത് ഒരു നിർണായകമായ അവൻ സാഹചര്യത്തിനകത്ത് കടന്നു വന്നിരിക്കുന്നത്. എന്ന് വെച്ചാൽ ജീവിതത്തിനകത്ത് അവൻ ഇനി അങ്ങോട്ട് ജീവനാണോ മരണമാണോ എന്നറിയാൻ വയ്യാതെ ഭയം തന്നെ കാർന്നു തിന്നുന്ന മണ്ഡലത്തിനകത്ത് നിൽക്കുന്ന യാക്കോബാണ് യാബോക്കിൻ്റെ കടവിൽ നിൽക്കുന്നത്. ഹല്ലേലൂയ. യാക്കോബിനെ നമുക്കറിയാം, ഇസ്ഹാക്കിന്റെ 2 മക്കളിൽ രണ്ടാമത്തെ മനുഷ്യൻ. ഹല്ലേലൂയ. ഉദരത്തിൽ അമ്മയുടെ ഉദരത്തിനകത്ത് കിടക്കുമ്പോൾ തന്നെ അവൻ വാഗ്ദത്തം പ്രാപിച്ച മനുഷ്യൻ. വാഗ്ദത്തം ഇതായിരുന്നു, അവൻ അമ്മ കർത്താവിന്റെ സന്നിധി ചെല്ലുമ്പോൾ പറയുന്ന വാഗ്ദത്തം ഇത്, നിന്റെ ഉദരത്തിനകത്ത് 2 കുഞ്ഞുങ്ങളുണ്ട്. ഹല്ലേലൂയ. അന്ന് സ്കാനിങ് ഒന്നുമില്ല, പറയുകയാണ് മൂത്തവൻ ഇളയവനെ സേവിക്കും. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ ആമേൻ, സാധാരണ കുടുംബത്തിന്റെ അവകാശവും അനുഗ്രഹവും നന്മയും ഉയർച്ചയും എല്ലാം മൂത്തപുത്രൻ അവകാശപ്പെട്ടതാണെങ്കിൽ, അല്ലയോ റെബേക്കായെ, നിന്റെ ഉദരത്തിനകത്തുള്ള 2 തലമുറകളിൽ ഇളയവനെ മൂത്തവൻ സേവിക്കും. ഹല്ലേലൂയ. വാഗ്ദത്ത സന്തതിയായി യാക്കോബ് പുറത്തു വരികയാണ്. മുന്നേ ചാടാൻ നോക്കി, പക്ഷേ രണ്ടാമനായിപ്പോയി. ഹല്ലേലൂയ. ജനനം കൊണ്ട് നഷ്ടമായത് തൻ്റെ ഹല്ലേലൂയ അവൻ കയ്യൂക്കുകൊണ്ട് നേടാൻ, ബുദ്ധികൂർമ്മത കൊണ്ട് നേടുവാൻ യാക്കോബ് അശ്രാന്ത പരിശ്രമം നടത്തി. ഹല്ലേലൂയ. നോക്കി പാർത്തിരുന്ന് ഹല്ലേലൂയ മിടുക്കോടെ ഒരു നല്ല പായസം വെച്ചു കൊടുത്ത് ജ്യേഷ്ഠൻ്റെ കയ്യിൽ നിന്ന് ജ്യേഷ്ഠാവകാശത്തെ തിരിച്ചു പിടിച്ചു. ഹല്ലേലൂയ. അറിയാമോ, അവൻ കൂർമ്മ ബുദ്ധിയുള്ള യാക്കോബ് എന്ത് ചെയ്തെന്നറിയാമോ? ജ്യേഷ്ഠൻ ക്ഷീണിച്ചിരുന്ന സമയത്ത് അവൻ ഏറ്റവും മണമുള്ള പയറു പായസം ഉണ്ടാക്കി. എൻ്റെ ഭാഷയെ പറഞ്ഞാൽ ഇച്ചിരി ഏലക്ക പൊടിയൊക്കെ കൂടുതലിട്ട് അങ്ങ് മണപ്പിച്ചങ്ങ് വിട്ടു. ഹല്ലേലൂയ. നല്ല രീതിയിൽ അതിനെ ഒരു മണമൊക്കെ വരുത്തിയപ്പോ ഹല്ലേലൂയ യേശാവ് മൂക്കും കുത്തി വീണു പായസത്തിന്റെ മുൻപിൽ. ഹല്ലേലൂയ. താൻ പറഞ്ഞു, എനിക്ക് ജ്യേഷ്ഠാവകാശം എന്തിനാ? ഒന്നാമത് ശരീരത്തിന് ക്ഷീണമുണ്ട്, രണ്ടാമത്തെ കാര്യം ഹല്ലേലൂയ ഇതിന്റെ അവൻ മണം എന്നെ കൊല്ലുക. ഹല്ലേലൂയ. നീ ഒരു കാര്യം ചെയ്യ്, നീ പയറു പായസം താ, ഞാൻ നിനക്ക് ജ്യേഷ്ഠാവകാശം തരാം. ഹല്ലേലൂയ. യാക്കോബ് കൂർമ്മ ബുദ്ധിയോടെ അവൻ തൻ്റെ കയ്യിൽ നിന്ന് ജ്യേഷ്ഠാവകാശം മടക്കി പിടിച്ചു. ഹല്ലേലൂയ. ഹല്ലേലൂയ. കഴിഞ്ഞില്ല. അതിനുശേഷം അപ്പനോട് അവൻ വ്യാജം പറഞ്ഞ്, അപ്പനോട് കള്ളം പറഞ്ഞ്, അവിടെയും അതിബുദ്ധി കാണിച്ച് അപ്പൻ്റെ കയ്യിൽ നിന്ന് ജ്യേഷ്ഠന് കിട്ടേണ്ടുന്ന അനുഗ്രഹങ്ങൾ യാക്കോബ് തട്ടിയെടുത്തു. കാളക്കുട്ടിയെ അറുത്ത് വേട്ടയിറച്ചിയാണെന്ന് പറഞ്ഞ് അപ്പൻ്റെ അടുക്കൽ കൊണ്ടുചെന്ന് കൊടുത്ത് അപ്പൻ്റെ കയ്യിലുള്ള അനുഗ്രഹത്തെ ആര് പിടിച്ചെടുത്തെന്നറിയാമോ? യാക്കോബ് പിടിച്ചെടുത്തു. യാക്കോബിന് ഒരു കാര്യം അറിയാം, ഹല്ലേലൂയ, ഇത് പിടിച്ചെടുത്തതൊക്കെ ശരിയാ, പക്ഷെ ജീവൻ കിട്ടിയാൽ ഭാഗ്യം. ഹല്ലേലൂയ. ജീവൻ കിട്ടിയാൽ ഭാഗ്യം. വചനം പറയുന്നു, യേശാവിന്റെ ഹൃദയത്തിനകത്തൊരു ചിന്ത, അപ്പൻ ജീവിച്ചിരിക്കുമ്പോൾ എനിക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല, പക്ഷെ അപ്പൻ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ നിശ്ചയമായി ഇതിന് പകരം വീട്ടും. ഹല്ലേലൂയ. അങ്ങനെ യാക്കോബിനെ കൊല്ലുവാൻ യേശാവ് ഹൃദയത്തിനകത്ത് നിരൂപിക്കുമ്പോൾ റെബേക്ക അപ്പന്റെ അനുഗ്രഹത്തോടുകൂടെ, അറിഞ്ഞുകൊണ്ടുള്ള അനുഗ്രഹത്തോടുകൂടെ യാക്കോബിനെ പറഞ്ഞ് തൻ്റെ സഹോദരനായ ലാബാന്റെ വീട്ടിലേക്ക് വിടുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ ഒരു കാര്യം പറയാം, പോകുന്നതാരാ? വാഗ്ദത്തം പ്രാപിച്ച മനുഷ്യനാ. ഹല്ലേലൂയ. പോകുന്നതാരാണ്? വാഗ്ദത്തം പ്രാപിച്ച മനുഷ്യനാ. ഒരു സാധാരണ വ്യക്തിയല്ല. തനിക്ക് പറയാൻ ഒന്നുണ്ട്, എനിക്ക് നല്ല ബുദ്ധിയുണ്ട്, എനിക്ക് നല്ല മിടുക്കുണ്ട്, എനിക്ക് നല്ല കയ്യൂക്കുണ്ട്, എനിക്ക് നല്ല വിവരവും വിദ്യാഭ്യാസവും ഉണ്ട്, എന്നെ കൊണ്ട് ചിലതൊക്കെ കഴിയും. യാക്കോബ് തനിക്കുള്ള ബുദ്ധിയും ഒക്കെ കൊണ്ട് പലതും നേടി. ഹല്ലേലൂയ. അവൻ ദൈവത്തിൻ്റെ അനുഗ്രഹത്തെ പോലും ബുദ്ധി കൊണ്ട് തനിക്ക് നേടാൻ കഴിഞ്ഞു. ഒറ്റ കാര്യം കൂടുണ്ട്, ദൈവത്തിന്റെ സാന്നിധ്യം തന്നോട് കൂടെ ഉണ്ടായിരുന്നു. വാഗ്ദത്തം തന്നെ മേൽ കിടക്കുന്നുണ്ടായിരുന്നു. ഹല്ലേലൂയ. താന് അപ്പന്റെ അടുക്കൽ നിന്ന് പോകുമ്പോൾ താൻ പറയുന്നൊരു കാര്യം ഇങ്ങനെയുണ്ട്, പോകുന്ന വഴിക്ക് അപ്പന്റെ വീട്ടിൽ നിന്ന് ഒന്നും യാക്കോബ് എടുത്തില്ല. ഹല്ലേലൂയ. എടുത്തോണ്ട് പോയ ഒരൊറ്റ കാര്യം ഉണ്ടായിരുന്നുള്ളൂ, വടിയ. വടി പോയിട്ട് വേറൊന്നും ആരെടുത്തില്ല?
യാക്കോബ് എടുത്തില്ല. നിങ്ങളത് പഠിച്ചു നോക്കണം. ആമേൻ. 32-ാമത്തെ അധ്യായം തുടക്കം വാക്യത്തിൽ അവിടെ ഇങ്ങനെ പറയുന്നുണ്ട്, ഒരു വടിയോടുകൂടിയല്ലോ ഞാൻ യോർദാൻ കടന്നത് എന്ന് വെച്ചാൽ പോകുന്ന വഴിക്ക് മാറി ഉടുക്കാൻ ഒരു ഉടുപ്പ് പോലും ആരെടുത്തില്ല? യാക്കോബ് എടുത്തില്ല. ആമേൻ. വേറെ ഒരു വടിയെടുത്തു. നിന്നിരുന്ന വസ്ത്രത്തിൽ അതുപോലെ ഇറങ്ങി പുറപ്പെടുകയാണ് ലാബാന്റെ ഭവനത്തിനകത്തേക്ക്. യോർദാൻ കടക്കുമ്പോൾ ഒരു വടിയല്ലാതെ അപ്പൻ്റെ സമ്പത്തിൽ ഒന്നുപോലും തനിക്ക് കൈവശം ഉണ്ടായിരുന്നില്ല. യാക്കോബ് പോകുമ്പോൾ അവൻ വഴിമധ്യേ വെച്ച് സ്വർഗത്തിലെ ദൈവം യാക്കോബിനെ തേടി വരിക. നിങ്ങൾക്കറിയാം, ബേഥേലിൽ യാക്കോബിന് വേണ്ടി സ്വർഗം ഇറങ്ങിയിട്ട് പറയുക, ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ പോകുന്നിടത്തൊക്കെയും നിന്നോട് കൂടെ ഇരുന്ന് നിന്നെ അനുഗ്രഹിച്ച് നിന്റെ ദേശത്തിലേക്ക് ഞാൻ മടക്കി വരുത്തും. ഹല്ലേലൂയ. ഞാൻ നിന്നോട് കൂടെ ഇരുന്ന് നിന്നെ അനുഗ്രഹിച്ച് ഈ ദേശത്തേക്ക് ഞാൻ നിന്നെ മടക്കി വരുത്തും. യാക്കോബിനോടൊപ്പം ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. പക്ഷേ എങ്കിലും കുരുട്ടുബുദ്ധിക്ക് കുറവൊന്നുമില്ലായിരുന്നു. കുരുട്ടുബുദ്ധി എന്നല്ല, ഇച്ചിരി അതിബുദ്ധിക്ക്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ലാബാന്റെ വീട്ടിൽ പോയി 7 വർഷങ്ങൾ 2 ഭാര്യമാർക്ക് വേണ്ടി യാക്കോബ് ലാബാനെ സേവിച്ചു. അടുത്തൊരു 6 വർഷം കന്നുകാലി സമ്പത്ത് വേണ്ടി അവൻ ലാബാനെ സേവിച്ചു. ഹല്ലേലൂയ. ഈ സേവിക്കുന്ന സമയത്ത് എൻ്റെ ഭാഷയെ പറഞ്ഞാൽ ആദ്യത്തെ സയന്റിസ്റ്റ് യാക്കോബാ. ഹല്ലേലൂയ. നല്ല ബുദ്ധി ദൈവം യാക്കോബിന് കൊടുത്തിരുന്നു. ചിലതിനെ കണ്ടുപിടിക്കാൻ പുള്ളിക്ക് ഭയങ്കര മിടുക്കായിരുന്നു. എന്താ കാര്യം? ആദ്യം ലാബാനോട് ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കി. എഗ്രിമെൻ്റ് ഇങ്ങനെയായിരുന്നു, ആടുമാടുകളുടെ കൂട്ടത്തിൽ പുള്ളിയും മറുകും ഉള്ളത് എനിക്ക്, അതില്ലാത്തത് താങ്കൾക്ക്. ഹല്ലേലൂയ. പുള്ളിയും മറുകും ഉള്ളത് എനിക്ക്. അതിനു മുമ്പേ ഇദ്ദേഹം കണ്ടുപിടുത്തം നടത്തി. എന്താണെന്നറിയാമോ? ചനയേൽക്കുന്ന സമയത്ത് അവൻ കമ്പുകളിൽ വരഞ്ഞ് ഇവരുടെ ഹല്ലേലൂയ വെള്ളം കുടിക്കുന്ന സ്ഥലങ്ങൾ പാത്തികളിൽ വെച്ച് കഴിഞ്ഞാൽ അവർ പ്രസവിക്കുന്ന ആടുകൾ പ്രസവിക്കുന്ന കുഞ്ഞുങ്ങൾ പുള്ളിയും മറുകും ഉള്ളതായിരിക്കുമെന്ന് ആര് കണ്ടുപിടിച്ചു? യാക്കോബ് കണ്ടുപിടിച്ചു. ഹല്ലേലൂയ. നല്ലൊരു സയൻറ്റിസ്റ്റാ. പുള്ളിക്ക് നല്ല ബുദ്ധി ഉണ്ടായിരുന്നു. ഇതെല്ലാം കണ്ടുപിടിച്ച് വെച്ചേച്ച് ലാബാനുമായിട്ട് ന്യായപ്രകാരം ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കി. ലാബാന്റെ സമ്പത്തിൽ മേത്തരമായതിനെ, ആരോഗ്യമുള്ളതിനെ യാക്കോബ് കൈവശപ്പെടുത്തി. ഞാനിത് തെരിഞ്ഞ് പറഞ്ഞുകൊണ്ടിരുന്ന എനിക്ക് അങ്ങെത്താൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് ഞാൻ ഓടുന്നത്. നിങ്ങൾക്കിതെല്ലാം അറിയാം. ഹല്ലേലൂയ. ആമേൻ. അതിൽ ഏറ്റവും മേത്തരമായ എന്ത് ചെയ്തു? അവൻ യാക്കോബ് കൈവശപ്പെടുത്തി. അവൻ അതിനുശേഷം രാഖിരാമാന ലാബാനോട് അനുവാദം ചോദിക്കാതെ തൻ്റെ 2 ഭാര്യമാരെയും തൻ്റെ കുഞ്ഞുങ്ങളുമായി യാക്കോബ് എന്ത് ചെയ്യുന്നറിയാമോ? തിരികെ ഭവനത്തിലേക്ക് മടങ്ങുക. ദൈവം വന്നിട്ട് പറഞ്ഞു, അവൻ ഇതുവരെ ഞാൻ നിന്നോട് കൂടെ ഇരുന്നു, ഒരു കാര്യം ചെയ്യുക, ഇനി നിന്നെ ഞാൻ മടക്കി അയക്കാൻ പോവുക. നീ എവിടെ നിന്ന് വന്നോ അവിടേക്ക് ഞാൻ നിന്നെ മടക്കി കൊണ്ടുപോകും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ ഒരു കാര്യം പറയാം. ദൈവ സാന്നിധ്യത്തിനോട് കൂടെ നിൽക്കാൻ താല്പര്യപ്പെടുന്നവരുണ്ടോ? കർത്താവ് നിന്നോട് കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞാൽ നീ പോകുന്ന വഴിയേതായാലും തകർന്നു പോകാതെ അവിടെ നിന്ന് അനുഗ്രഹിച്ച് മടക്കി കൊണ്ടുവരുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. ചിലത് തകർക്കുവാൻ നിന്റെ പിന്നാലെ ഉണ്ടാകും, ചിലത് നീ ഒതുങ്ങിപ്പോകണമെന്ന് വിചാരിക്കും. പക്ഷെ ഇന്ന് രാത്രികാലം ഞാൻ ആത്മാവിലൊരു ദൂത് പറയാം. ചിലത് ഒതുക്കുമെന്ന് പറയുമ്പോൾ, ചിലർ നിങ്ങളെ ക്ഷീണിപ്പിക്കുമെന്ന് പറയുമ്പോൾ ആത്മാവിന് പറയാനൊന്നുണ്ട്. ക്ഷീണിപ്പിക്കുമെന്ന് പിശാചും ലോകവും പറയുന്ന അതേ സാഹചര്യത്തിനകത്ത് ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളോട് കൂടെയുണ്ടെങ്കിൽ അത് നിങ്ങളെ ക്ഷീണിപ്പിക്കാതെ അവൻ ജയമുള്ളവരായി പുറത്തു കൊണ്ടുവരുവാൻ ഇടയായി തീരും. ഹല്ലേലൂയ. 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 നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഹല്ലേലൂയ. ദൈവത്തിന്റെ സാന്നിധ്യം നമ്മളെ മടക്കിക്കൊണ്ടുവരും. യാക്കോബ് മടങ്ങി വരിക. ഇപ്പൊ എവിടെ നിൽക്കുവാണ്? മടങ്ങി വന്ന് യാബോക്കിൻ്റെ കടവിലെത്തി. ഹല്ലേലൂയ. യാബോക്കിൻ്റെ കടവിലെത്തി. ഈ വരുന്ന യാക്കോബിൻ്റെ മാനസികാവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. വരുന്നത് അനുഗ്രഹത്തോടെയാണ്. നന്മയോടെയാണ് വരണേ. ഒരു നന്മയ്ക്കും കുറവില്ല. പോയപ്പോൾ എങ്ങനായിരുന്നു പോയേ? ഒരു വടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ മടങ്ങി വരുമ്പോൾ 2 ഭാര്യമാർ, 11 പുത്രന്മാർ, ദാസീദാസന്മാർ, ആടുമാടുകൾ, അളവറ്റ സമ്പത്തുമായിട്ടാണ് ആര് മടങ്ങി വരുന്നേ? യാക്കോബ് മടങ്ങി വരുന്നത്. ഈ വരുന്ന യാക്കോബിനോട് ചോദിക്കുക, അവൻ ഹല്ലേലൂയ എങ്ങോട്ടാ പോകുന്നേ? യാക്കോബ് പറയും, എൻ്റെ ദേശത്തിലേക്ക്, എൻ്റെ പിതൃ കുടുംബത്തിലേക്ക് ഞാൻ പോകുക. സന്തോഷമാണോ? നീണ്ട വർഷങ്ങളായില്ലേ ഭവനത്തിനകത്തുനിന്ന് പുറപ്പെട്ടിട്ട് മടങ്ങിപ്പോകുന്ന സന്തോഷമാണ്. യാക്കോബ് പറയും, ആർക്കറിയാം നാളെ രാവിലെ
രാവിലെ ഞാൻ ജീവിച്ചിരിക്കുമോ എന്നുള്ള കാര്യം. ഹല്ലേലൂയ. ആർക്കറിയാം നാളെ പ്രഭാതം എൻ്റെ ജീവിതം യാക്കോബ് എന്ന പേര് ഭൂമിയിൽ നിന്ന് മാറിപ്പോകുമോ എന്ന് ആർക്കറിയാം. അവൻ ഭയം കൊണ്ട് യാക്കോബിന് ഹല്ലേലൂയ ആമേൻ എന്തു പറയാ, അവൻ സന്തോഷിപ്പാൻ കഴിയുന്നില്ല. നോർമലി നമ്മളൊരു ലോങ് യാത്ര, ഒരു ദുബായിലോ ഗൾഫിലോ ഒക്കെ പോയിട്ട് മടങ്ങി വരുന്ന ഒരു മനുഷ്യനാണെങ്കിൽ അദ്ദേഹത്തിന് അവൻ പറയാനൊന്നുണ്ടാകും, ഒത്തിരി നാളുകൾക്ക് ശേഷം കുടുംബത്തെ കാണാൻ പോവുക, ഹല്ലേലൂയ സഹോദരനെ കാണാൻ പോവുക, അവൻ ഒത്തിരി സന്തോഷത്തോടെ വരുന്നേ. പക്ഷെ യാക്കോബിനോട് ചോദിച്ചാൽ യാക്കോബ് പറയും അവൻ ഹല്ലേലൂയ കഴിച്ചിട്ട് ഇറങ്ങുന്നില്ല, കിടന്നിട്ട് ഉറക്കമില്ല, ഹല്ലേലൂയ കണ്ണടയ്ക്കാൻ പറ്റുന്നില്ല, ചിരിക്കാൻ പറ്റുന്നില്ല. ജീവിതത്തിനകത്ത് ഇതുപോലെ സംഘർഷം അനുഭവിച്ചൊരു സമയം വേറെ ഇല്ല. ഹല്ലേലൂയ. കാരണം അത്രത്തോളം ഭാരത്തോടും വേദനയോടും കൂടാണ് യാക്കോബ് വരുന്നത്. എന്താ കാര്യം? ദൈവം പറഞ്ഞു നീ പോയേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. യാക്കോബിന് പറയാനുണ്ട് 20 വർഷം എനിക്ക് അവിടെ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. പക്ഷേ യാക്കോബ് അറിയാത്തൊരു കുഴപ്പം യാക്കോബിനുണ്ടായിരുന്നു. ഹല്ലേലൂയ. എന്ത് കുഴപ്പമെന്നറിയാമോ? കഴിഞ്ഞ 20 വർഷമായി ഈ യാക്കോബിനെ പിന്തുടർന്നു വരുന്ന ഒരു മരണഭയമുണ്ട്. ഹല്ലേലൂയ. എന്നെൻ്റെ ജ്യേഷ്ഠൻ എൻ്റെ മുഖം കാണുമോ അന്നേരം എൻ്റെ ജ്യേഷ്ഠൻ എന്നെ കൊന്നുകളയും എന്നൊരു മരണഭയം യാക്കോബിനെ പിന്തുടരുന്നുണ്ട്. ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാവിൽ ദൂത് പറയാം, നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നിങ്ങളെ പിന്തുടർന്ന ചില പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. നീണ്ട കാലയളവുകളായി നീണ്ട വർഷങ്ങളായി നിങ്ങളെ പിന്തുടരുന്ന ചില വിഷയങ്ങൾ നിങ്ങൾ ഹല്ലേലൂയ അറിഞ്ഞോ അറിയാതെയോ നിങ്ങളിൽ ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാവിൽ ഒരു ദൂത് പറയാം, നിങ്ങളുടെ മുൻപിൽ ദൈവം ഒരു യാബോക്കിനെ തുറന്നു വെക്കും. ഹല്ലേലൂയ. നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരു യാബോക്കിനെ തുറന്നു വെക്കും. നിങ്ങളെ ദൈവം ഒരു യാബോക്കിന്റെ തീരത്തേക്ക് കൊണ്ടുവരും. എന്തിനു വേണ്ടിയെന്നറിയാമോ? എന്നേക്കുമായി നിങ്ങളെ പിന്തുടർന്നു വരുന്ന ചില വിഷയങ്ങൾക്കകത്തുനിന്ന് നിങ്ങളെ പുറത്തെടുക്കുവാൻ തക്കവണ്ണം ആ യാബോക്കിന്റെ കടവിൽ ഒരുവൻ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആ യാബോക്കിന്റെ കടവിൽ ഒരുവൻ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആ കർത്താവിന് പറയാനൊന്നുണ്ട്, നീണ്ട വർഷങ്ങളായി നിങ്ങളെ പിന്തുടർന്നു വരുന്ന ആ വിഷയം നിന്നെ പിന്തുടരാൻ ഞാൻ ഇനി അനുവദിക്കത്തില്ല. ഇന്ന് പകൽക്കാലം ചില കുടുംബങ്ങളോട് പരിശുദ്ധമായ ആലോചന പറയുക. നീണ്ട വർഷങ്ങളായി നിന്നെ പിന്തുടരുന്ന രോഗം, നീണ്ട വർഷങ്ങളായി നിന്നെ പിന്തുടരുന്ന ബാധ്യത, നീണ്ട വർഷങ്ങളായി നിന്നെ പിന്തുടർന്നു വരുന്ന ചില പൈശാചിക മണ്ഡലങ്ങൾ, നീണ്ട വർഷങ്ങളായി നിനക്ക് പിന്നാലെ നിൽക്കുന്ന ചില പ്രശ്നങ്ങൾ, അതിന്റെ നടുവിൽ അവൻ സ്വർഗം നിനക്ക് വേണ്ടി യാബോക്കിന്റെ കടവിൽ ഒരു എൻകൗണ്ടർ വെച്ചിട്ടുണ്ട്. അവിടെ കഴിഞ്ഞ് നീ പുറത്തിറങ്ങുന്നത് സാധാരണ വ്യക്തിയായിട്ടായിരിക്കത്തില്ല. ഇന്ന് പകൽക്കാലം സ്വർഗം ചിലരെ യാബോക്കിലേക്ക് ക്ഷണിക്കുക. ഇന്ന് പകൽക്കാലം സ്വർഗം ചിലരെ യാബോക്കിലേക്ക് തള്ളിവിടുക. ഇത് നിങ്ങളുടെ ദിവസമാ, ഇത് നിങ്ങളുടെ സമയമാ. ഈ ദിവസങ്ങൾ നിങ്ങളുടെ ദിവസങ്ങളാ. യാബോക്കിലേക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളെ ഗൈഡ് ചെയ്യുന്ന ദിവസം. നിന്നെ അതിനകത്ത് തകർക്കാനല്ല, അഭിഷേകത്തിന്റെ ശക്തിയോടെ പുതിയൊരു വ്യക്തിത്വമായി പുറത്തെടുക്കാം. നാളുകളായി നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെ പിന്തുടർന്ന് വരുന്ന ചില വിഷയങ്ങളുണ്ട്. എന്നെ കേൾക്കുന്നുണ്ടോ? യാക്കോബിനോട് ചോദിച്ചു നോക്ക, എത്ര വർഷമായി യാക്കോബേ? യാക്കോബ് പറയും, അപ്പൻ്റെ വീടിനകത്ത് നിന്ന് ഞാൻ ഓടാൻ കാരണം തന്നെ ഈ ഭയമാ. ലാബാന്റെ അടുക്കലായിരുന്നപ്പോ ഇത് ഞാൻ മറന്നുപോയി, പക്ഷെ ഇത് എന്നെ വിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. എന്നെ കേൾക്കുന്നോ നിങ്ങൾ? ആ സാഹചര്യങ്ങൾ കുറച്ച് നാളത്തേക്ക് ആര് മറന്നുപോയി? ഞാൻ മറന്നുപോയി. അവിടുത്തെ സാഹചര്യങ്ങൾ കൊണ്ട് എൻ്റെ പിന്നാലെ വന്ന യേശാവിൻ്റെ മരണഭീതി, അല്ല യേശാവിൽ നിന്നും ഉണ്ടാകിയ മരണഭീഷണി ഞാൻ മറന്നുപോയി, പക്ഷെ അതെന്നെ വിട്ട് മാറിപ്പോയിട്ടില്ല. യാബോക്കിൻ്റെ കടയിൽ വന്ന് നിൽക്കുമ്പോഴും യാക്കോബ് പറയാ, ഹല്ലേലൂയ, നാളെ ഞാൻ എൻ്റെ ജ്യേഷ്ഠൻ്റെ മുഖം കാണാൻ പോകുക. ജീവിച്ചിരിക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. ഹല്ലേലൂയ. പക്ഷെ യാബോക്കിൻ്റെ കടവ് എന്താണെന്നറിയാമോ? യാബോക്ക് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഒഴിഞ്ഞു പോകുന്നതെന്നാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്നുണ്ടോ നിങ്ങൾ? യാബോക്ക് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? ഒഴിഞ്ഞു പോകുന്നത്, അല്ലെങ്കിൽ കടന്നു പോകുന്നതെന്നാണ്. ഹല്ലേലൂയ. നിങ്ങൾ എന്നെ കേൾക്കുന്നവർ മാത്രം ഒന്ന് കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ. ഒഴിഞ്ഞു പോകുന്നതെന്ന്
അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം കടന്നു പോകുന്നതെന്നാ. എന്ന് വെച്ചാൽ നീണ്ട 20 വർഷമായി യാക്കോബിനെ പിന്തുടർന്ന് വരുന്ന ആ ഭയം, യാക്കോബിനെ പിന്തുടർന്ന് വരുന്ന ആ മരണത്തിൻ്റെ നിഴൽ എന്നേക്കുമായി യാക്കോബിനെ കടന്നു പോകത്തക്കവണ്ണം യാക്കോബിനെ ദൈവം ആ യാബോക്കിൻ്റെ കടവിനകത്തേക്ക് കൊണ്ടുവരിക. യാബോക്കാണോ അവിടെ നിന്നെ ഒഴിഞ്ഞ് ചിലത് കടന്നു പോകുക. ആമേൻ. അവിടെ നീ ചിലതിനെ കടന്നു പോകും. അവിടെ നീ ചിലതിനെ ഓവർകം ചെയ്യും. അവിടെ നീ ചിലതിനെ ജയിക്കും. അവിടെ നീ ചോദിക്കും, നിന്റെ ബലത്താലാണോ? സഖരിയ പ്രവാചകന്റെ പുസ്തകം പറയുന്നു, സൈന്യത്താലല്ല, ശക്തിയാലല്ല, യഹോവയുടെ ആത്മാവിനാൽ, യഹോവയുടെ ആത്മാവിനാൽ. ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് ആരോടൊക്കെ ദൂത് പറയുക, നിന്റെ മുൻപിൽ കിടക്കുന്ന യാബോക്കിനെ, നിന്റെ മുൻപിൽ കിടക്കുന്ന ചില വിഷയങ്ങളെ, നിന്റെ മുൻപിൽ ഹല്ലേലൂയ പിന്തുടർന്നു വരുന്ന ചില വിഷയങ്ങളെ നീ കടന്നു പോകും. അത് നിന്റെ ശക്തിയാലല്ല, നിന്റെ ബലത്താലല്ല, യഹോവയുടെ ശക്തിയാൽ, ദൈവാത്മാവിന്റെ ശക്തിയാൽ. അസാധാരണമായ ശക്തി ഇന്ന് പകൽക്കാലം സ്വർഗ്ഗം ഇതിനകത്ത് അയക്കുക. നിന്നെ പിന്തുടർന്ന് വരുന്ന ചിലതിനെ തകർക്കുവാൻ തക്കവണ്ണം സ്വർഗ്ഗം ചിലരെ യാബോക്കിലേക്ക് ഗൈഡ് ചെയ്യുക, യാബോക്കിലേക്ക് തള്ളിവിടുക. നീ അതിനകത്തൊന്ന് പുറത്തിറക്കുന്നത് യാക്കോബേ നീ ആയിട്ടായിരിക്കത്തില്ല. നീ പുറത്തിറങ്ങുന്നത് ദൈവത്തിന്റെ വ്യക്തിത്വമായിട്ടായിരിക്കും. ഒന്ന് ചിന്തിച്ചേ. ഹല്ലേലൂയ. യാക്കോബ് അങ്ങോട്ട് പോകുമ്പോൾ അവൻ യാബോക്കിന്റെ കടവിലെത്തുമ്പോൾ യാക്കോബിന് മനസ്സിലായി, ഇവിടെ എന്നെ വെയിറ്റ് ചെയ്യുന്ന എന്തോ ഉണ്ട്, എന്നെ വെയിറ്റ് ചെയ്യുന്ന ദൈവ സാന്നിധ്യമുണ്ട്. യാക്കോബിന് അത് മനസ്സിലായി. തൻ്റെ കുടുംബത്തെ മുഴുവനും താൻ അക്കരെ കടത്തിയ ശേഷം യാക്കോബ് തനിയെ ശേഷിച്ചു. ഞാനൊരു കാര്യം പറയാം, ചില വിഷയങ്ങൾ യാക്കോബ് പറയുക, എൻ്റെ സഹോദരൻ എന്നെ കൊല്ലാൻ നോക്കുക എന്ന് തൻ്റെ ഭാര്യമാരായ റെബേക്കയോടും ലേയോടും പറഞ്ഞാൽ അവർക്കതിൻ്റെ ആഴം മനസ്സിലാകത്തില്ല. കുഞ്ഞുങ്ങളോട് പറഞ്ഞാൽ അവൻ താൻ കാണിച്ചു വെച്ച കുരുത്തക്കേടിൻ്റെ തീവ്രത എന്തെന്ന് അവർക്കറിയാൻ വയ്യാത്തത് കൊണ്ട് അവൻ യാക്കോബ് അനുഭവിക്കുന്ന മരണഭീതി എന്തെന്ന് അവർക്ക് മനസ്സിലാകത്തില്ല. ഞാൻ ഒരു കാര്യം പറയാം, ചില പ്രശ്നങ്ങൾ, ചില പ്രതികൂലങ്ങൾ അടുത്തൊരു വ്യക്തിയോട് മനസ്സിലാകാതിരിക്കെ യാബോക്കിന്റെ കടവിലേക്ക് അവൻ നിങ്ങൾ ഒറ്റയ്ക്ക് ഇറങ്ങേണ്ടി വരും. യാബോക്കിന്റെ കടവ് ചിലപ്പോൾ ഒറ്റപ്പെടേണ്ട കടവായിരിക്കും. യാബോക്കിന്റെ കടവ് ജീവൻ മരണ പോരാട്ടത്തിന്റെ കടവ്. യാബോക്കിന്റെ കടവ് അവൻ ആരും കൂടെ നിൽക്കാതെ നിന്നെ ഒറ്റപ്പെടുത്തുന്ന കടവാ. പക്ഷെ ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാവിൽ ഒരു ദൂത് പറയാം, ആ യാബോക്കിന്റെ കടവിൽ നിന്റെ പേർ മാറ്റുവാൻ, നിന്റെ അസ്തിത്വത്തെ മാറ്റുവാൻ, നിന്റെ വ്യക്തിത്വത്തെ മാറ്റുവാൻ ഒരുവൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്. He is waiting for you. അവൻ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. നിന്റെ ജീവിതത്തെ ആകമാനം മാറ്റി മറിക്കാൻ യാബോക്കിന്റെ കടവ് നിനക്ക് വേണ്ടി സ്വർഗം ഒരുക്കുന്നെങ്കിൽ അവിടെ നിനക്ക് വേണ്ടി ആ ദൈവം വെയിറ്റ് ചെയ്യുന്നുണ്ട്. ചില പ്രതിസന്ധികൾ, ജീവൻ മരണ പോരാട്ടങ്ങൾ തകർന്നു പോകും എന്ന് ഭയപ്പെടുമാറ് ചില വിഷയങ്ങളിലൂടെ നീ കടന്നു പോകുന്നെങ്കിൽ ഓടുവാൻ, അതെ അവൻ യാബോക്കിന്റെ കടവിൽ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിലേക്ക് നിങ്ങൾ പോകുന്നത് ഒറ്റയ്ക്കാ. അവിടെ കൂട്ട് കാണത്തില്ല കേട്ടോ, കൂട്ട് കാണത്തില്ല. അതിനകത്തൊന്ന് തരണം ചെയ്യാൻ ആരും സഹായത്തിനും വരത്തില്ല. ഹല്ലേലൂയ. യാബോക്ക് എന്തിനാണെന്നറിയാമോ? വർഷങ്ങളായി നിങ്ങളെ പിന്തുടരുന്നതിനെ ഒറ്റയ്ക്ക് ജയിക്കാനുള്ള സ്ഥലമായി യാബോക്ക്. നാളുകളായി നിങ്ങളെ പിന്തുടർന്നു വരുന്ന ശാപത്തെ, നാളുകളായി നിങ്ങളെ പിന്തുടർന്നു വരുന്ന വെല്ലുവിളികളെ ഒറ്റയ്ക്ക് നിന്ന് ജയിക്കേണ്ട സ്ഥലമായി യാബോക്ക്. ഇതിൻ്റെ നടുവിൽ എനിക്കറിയാം, ഒത്തിരി കുടുംബങ്ങൾ യാബോക്കിൻ്റെ കടവിലായിരുന്നു. ഒത്തിരി കുടുംബങ്ങൾ യാബോക്കിൻ്റെ കടവിലാ. ചിലർ പറയും, ഞാൻ പ്രാർത്ഥിച്ചതിനെ തിരിച്ചു പിടിക്കുക. ചിലരതിനെ കണ്ടതായിട്ട് പോലും കാണിക്കുന്നില്ല. ഇന്ന് പകൽക്കാലം സ്വർഗം പറയുക, ആ യാബോക്കിൻ്റെ കടവിൽ നീ ആ ദൈവ സാന്നിധ്യത്തെ തിരിച്ചറിയുക. നിന്റെ ജീവിതത്തെ മാറ്റുവാൻ അതിനകത്ത് ഇറങ്ങി നിൽക്കുന്ന ആ ദൈവ സാന്നിധ്യത്തെ ഇന്ന് പകൽക്കാലം നീ തിരിച്ചറിയുന്നുവെങ്കിൽ അതിനകത്ത് നീ പുറത്തിറങ്ങുന്നത് ഇന്നലത്തെ വ്യക്തിയായിട്ടായിരിക്കത്തില്ല.
ഹല്ലേലൂയ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? ഹല്ലേലൂയ. പറയുന്നത് നിങ്ങളെ സ്പർശിക്കുന്നുണ്ടോ? ഇന്ന് പകൽക്കാലം തിരിച്ചറിയുക, ഇന്ന് നിങ്ങൾ കടന്നു പോകുന്നത് ഒരു യാബോക്കിന്റെ കടവില. ഞാൻ ഇങ്ങനെ പറയും, നമ്മുടെ മിനിസ്ട്രി ഇന്നൊരു യാബോക്കിന്റെ കടവിൽ നിൽക്കുക. ഹല്ലേലൂയ. യാബോക്കിന്റെ കടവ് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുക്കപ്പെടേണ്ട സ്ഥലമാണ്. അവിടെ മല്ലയുദ്ധത്തിന്റെ സ്ഥലമാണ്. ഹല്ലേലൂയ. ചില വെല്ലുവിളികൾ നമ്മളെ തകർത്ത് കളയുമെന്ന്, ചില പൈശാചികന്റെ വെല്ലുവിളികൾ നമ്മളെ തകർത്ത് കളയുമെന്ന് പറയുന്ന സ്ഥലമാണ് യാബോക്കിന്റെ കടവെന്ന് പറയുന്നത്. ചിലർ നമ്മളെ പിന്തുടർന്ന് വരുന്നുണ്ടാകാം. ഹല്ലേലൂയ. അങ്ങനെ നിൽക്കുന്ന കുടുംബങ്ങളുണ്ടാകാം. ഞാനിങ്ങനെ പറയും, വി ആർ അറ്റ് ജാബോക്ക്. നമ്മൾ ആ യാബോക്കിന്റെ കടവില. നിങ്ങൾ ചോദിക്കും എന്താ കാര്യമെന്ന്. ചിലതിനെ തകർത്ത് മുന്നോട്ട് പോകാനുള്ള സമയം അതിക്രമിച്ചു കഴിഞ്ഞു. പരിശുദ്ധാത്മാവ് നൽകുന്ന ആലോചനയാ. തിരിച്ചറിയാൻ പറ്റുമെങ്കിൽ തിരിച്ചറിയുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി ഒന്ന് കർത്താവിനെ സ്തുതിച്ചേ. മോനെ, ഈ ഔട്ട് കട്ട് ചെയ്യാൻ പറ്റുമോ? ഇവിടെ നിൽക്കട്ടെ, ഈ ലൈവിലുള്ള ഔട്ട് വിട്ടേക്ക്. കരങ്ങളെ ഉയർത്തി ഒന്ന് കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ. ഒന്ന് തിരിച്ചറിയുക. ആമേൻ. ഇത് പോട്ടെ, കുഴപ്പമില്ല, സൗണ്ട് മാത്രം പോകാതിരുന്നാൽ മതി. ഓക്കെ. ഹല്ലേലൂയ. കട്ടായോ? കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഒരു വ്യക്തിയില്ല, ഞങ്ങൾ ബന്ധനം ഇളക്കുന്ന സമയത്ത്, ബന്ധനം ഇളക്കൊണ്ട് ഇരിക്കുക. അപ്പോൾ വെളിപ്പെട്ട് വന്ന ശക്തി പറഞ്ഞത് ഇങ്ങനെയാ, ഞാൻ വന്നത് GGM വിരോധമായിട്ടാണ്. ആർക്ക് വിരോധമായിട്ട്? GGM എന്ന് വെച്ചാൽ പാസ്റ്റർക്ക് വിരോധമായിട്ട് വന്നതാ. നിങ്ങൾ പ്രാർത്ഥിക്കാം. നമ്മൾ യാബോക്കിൻ്റെ തീരത്തായിപ്പോൾ പ്രാർത്ഥിക്കാൻ താല്പര്യമുള്ള എത്ര പേരുണ്ട് ഇതിനകത്ത്? നമ്മൾ GGM ഒറ്റ മനുഷ്യനെ പോലെ ഒന്ന് മല്ലിടാൻ പോവുക. നമ്മൾ ജയിക്കും, അത് ഉറപ്പായ കാര്യമാണ്. ഹല്ലേലൂയ. ഞങ്ങൾ ഞാൻ വന്നത് പാസ്റ്റർക്ക് ഇന്ന് വരെ ഞങ്ങൾ ഇളക്കിയപ്പോൾ ഇങ്ങനെ കണ്ടിട്ടില്ല. ഇങ്ങനെ പറഞ്ഞു, കേരളത്തിനകത്ത് പല സ്ഥലങ്ങൾ നിങ്ങൾ ഇതിനകത്തും കണ്ടിട്ടുണ്ട് ദേശാധിപതി ശക്തികൾ ഇളകി വരുന്നത്. നമ്മുടെ മിനിസ്ട്രിക്കകത്തുള്ളൊരു പ്രത്യേകത അതാ. എവിടെ ചെന്ന് കാല് വയ്ക്കും അവിടെ അവൻ്റെ അടിസ്ഥാനം ഇളകും. ഹല്ലേലൂയ. അത് കർത്താവിൻ്റെ അഭിഷിക്തൻ്റെ മേൽ, നമ്മുടെ മിനിസ്ട്രിയുടെ മേൽ ദൈവം തന്നിരിക്കുന്ന അഭിഷേകത്തിൻ്റെ അളവങ്ങനെ. ഹല്ലേലൂയ. എന്ന് പറഞ്ഞു, ഞാൻ ഒത്തിരി പാസ്റ്റർമാരെ കണ്ടിട്ടുണ്ട്, പക്ഷെ നിങ്ങൾ ഇച്ചിരി കട്ടിയാ. ഹല്ലേലൂയ. ഒത്തിരി പാസ്റ്റർമാരെ കണ്ടിട്ടുണ്ട്, പക്ഷെ നിങ്ങൾ ഇച്ചിരി കട്ടിയാ. നിങ്ങൾ എവിടെ വന്ന് കാല് വെച്ചാലും എനിക്ക് അവിടെ ഇരിക്കാൻ മേല. അതുകൊണ്ട് കേരളത്തിലുള്ള സകലവിധ ദേശാധിപതിമാരും കൂടെ ചേർന്ന് അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിൽ പോയി. ഹല്ലേലൂയ. ഇതത് ഇളകിയപ്പോൾ പറഞ്ഞതാണ്, ഇന്ന് വരെ ഞാൻ ഇങ്ങനൊരു സംഭവത്തെക്കുറിച്ച് കേട്ടിട്ടില്ല. ഓരോ ദേശത്തിനും ഓരോ അധിപതി ഉണ്ടെന്നറിയാം. ഇവന്മാർക്ക് എല്ലാവർക്കും കൂടെ നമ്മുടെ കേരള സംസ്ഥാനത്തിന് വേണ്ടി ഒരു ഹെഡ് ക്വാർട്ടേഴ്സ് ഉണ്ടെന്ന് ഇന്ന് അപ്പോഴാണ് അറിയുന്നത്. ഹല്ലേലൂയ. അവിടെ നാൾ വന്നിട്ട് പറയാം. കുറേ ദിവസം ഇടയിൽ ഇതിങ്ങനെ വെളിപ്പെട്ട് വരുന്ന സമയത്ത് നല്ല ഇടയ്ക്ക് ഉള്ള സമയത്തിനോട് പറയും, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറയുമായിരുന്നു. ഹല്ലേലൂയ. ഞാനത് മൈൻഡ് ചെയ്ത് അങ്ങ് കളഞ്ഞു. ഒരു ദിവസം ഈ ശക്തി ഇങ്ങനെ പുറത്ത് വന്ന സമയത്ത് പറയുന്ന കാര്യമാണ്. ഹല്ലേലൂയ. ഞാൻ കുറേ നാളുകൊണ്ട് പറയുക സംസാരിക്കണം. ഞാൻ പറയാം, എന്നാ കേൾക്കട്ടെ, പോരട്ടെ. ഹല്ലേലൂയ. പോരട്ടെ, കേൾക്കാം. ഹല്ലേലൂയ. അത് പറയുക. ആമേൻ. ഒരു കാര്യം, നിങ്ങൾ കാരണം ഞങ്ങൾക്ക് ഒരിടത്ത് ഇരിക്കാൻ വയ്യ. നിങ്ങൾ തിരുവനന്തപുരം പിടിച്ചോ, ഞങ്ങൾക്ക് പ്രശ്നമില്ല. നിങ്ങൾ ഇവിടെ മൊത്തം ആയല്ലോ, തിരുവനന്തപുരം പിടിച്ചോ, ഞങ്ങൾക്ക് കുഴപ്പമില്ല. നിങ്ങൾ പോയടത്തൊക്കെ നിൽക്കട്ടെ, കുഴപ്പമില്ല. പക്ഷെ ഇനി ഒരിടത്ത് നിങ്ങൾ പോകരുത് എന്ന് വെച്ചാൽ വേറൊരു ജില്ലകളിലോട്ടും പോകരുത്. ഞാൻ ചോദിച്ചു, എവിടെയൊക്കെ പോയി? ഓരോ നെണ്ണി പറയുക. കൊല്ലത്ത് പോയില്ലേ, എറണാകുളത്ത് പോയില്ലേ, തൃശ്ശൂർ പോയില്ലേ, ഹല്ലേലൂയ. പിന്നെ ഇടുക്കി പോയില്ലേ, ഹല്ലേലൂയ. ഇതൊക്കെ മതി. ഇനി നമ്മൾ പറഞ്ഞു, കർത്താവ് അയക്കുവാണ്. ഇടുക്കിയൊക്കെ നമ്മൾ അറിഞ്ഞിട്ട് പോയതൊന്നും അല്ല, അവിടെ നിങ്ങോട്ട് ആള് വന്ന് നമ്മളെ വിളിച്ചുകൊണ്ട് പോയതാ. ഹല്ലേലൂയ. ഇത്രയൊക്കെ മതി, ഇനി എങ്ങും പോകാൻ പറ്റത്തില്ല. അപ്പോൾ കർത്താവിൻ്റെ പാസ്റ്റർ പറഞ്ഞു, അപ്പോൾ ഒരു കാര്യം ചെയ്യുക, ഞങ്ങളോട് ദൈവം പറഞ്ഞാൽ ഞങ്ങൾക്ക് ചെയ്തേ പറ്റത്തുള്ളൂ. ഞങ്ങൾക്ക് 14 ജില്ലകൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം ഞങ്ങളെ 14 ജില്ലകളിലും കൊണ്ടുപോകും. നീ ആരാന്ന് ചോദിച്ചാൽ പറയാ, ഞാനേ ഈ കേരളത്തിൻ്റെ എല്ലാ ദേശാധിപതിമാരുടെയും അധിപനാ. നിങ്ങൾ കാരണം ഞങ്ങൾക്ക് ഇരിക്കപ്പുറതിയല്ല, സംസാരിച്ച് തീർക്കാൻ വന്നതാ പുള്ളിക്കാരൻ. സംസാരിച്ച് തീർക്കാൻ. എന്താ സംസാരിച്ചെന്നറിയാമോ? ഒരു കാര്യം ചെയ്യാം, 5 എണ്ണം ഞങ്ങൾക്ക് താ, ബാക്കി നിങ്ങളെടുത്തോ. നിങ്ങൾക്ക് മനസ്സിലായോ ഞങ്ങൾ പറഞ്ഞതിൻ്റെ ആശയം? 5 എണ്ണം ഞങ്ങൾക്ക് താ, ബാക്കി നിങ്ങളെടുത്തോ എന്ന് വെച്ചാൽ 5 സംസ്ഥാനങ്ങൾ 5 ജില്ല മാത്രം അവർക്ക് കൊടുത്തേക്കണം. ബാക്കി എന്ത് ചെയ്യാം? ബാക്കി നമ്മൾ ചെന്ന് കാലൊഴിച്ച് ആരാധന നടത്തുകയോ അവിടുത്തെ പൈശാചിക മന്ദരത്തെ ഇളക്കുകയോ എന്താന്ന് വെച്ചോ ചെയ്തോ. പക്ഷെ 5 എണ്ണം എഗ്രിമെന്റ് ഒപ്പിടിക്കാൻ വന്നതാ.
ഹല്ലേലൂയ. ഒരു എഗ്രിമെന്റിന്റെ പുറത്ത് മുമ്പോട്ട് പോകാം. പാസ്റ്റർ പറഞ്ഞു നടക്കുന്ന കാര്യമല്ല പറ, ദൈവം ഞങ്ങൾ അയച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളത് ചെയ്യും. ഹല്ലേലൂയ. 14 ഇടത്തേക്കും ദൈവത്തിന്റെ ദൃഷ്ടി അവൻ നമുക്ക് വേണ്ടി ചെന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളത് ചെയ്യും. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ തരത്തില്ലേ? പാസ്റ്റർ പറഞ്ഞു തരത്തില്ല. ഒരു കാര്യം ചെയ്യും, നിനക്ക് ചെയ്യാൻ പറ്റുന്ന നീ ചെയ്തോ, ഞങ്ങളെ ഏൽപ്പിച്ചത് ഞങ്ങൾ ചെയ്തോളാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിനക്ക് ചെയ്യാൻ പറ്റുന്നത് നീ ചെയ്തോ, ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയത് ഞങ്ങളെ ചെയ്യാൻ ഏൽപ്പിച്ചത് ഞങ്ങൾ ചെയ്തോളാം. ഹല്ലേലൂയ. ഇത് ഇളകി വന്നപ്പോൾ പറഞ്ഞൊരു കാര്യം ഒന്നും അറിയാവോ? നിങ്ങൾക്കറിയാമോ നിങ്ങൾ എവിടൊക്കെ പോകുന്നുണ്ടോ അന്ന് മുതൽ ഞാൻ നിങ്ങളുടെ പുറകെ ഉണ്ടെന്ന്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മൾ ഒറ്റയ്ക്കല്ല പോകുന്നത്. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ നമ്മൾ ഒറ്റയ്ക്കല്ല പോകുന്നത്, മുമ്പേ പോകുന്നത് ദൈവത്തിന്റെ സൈന്യമാണ്. ഓ ഹല്ലേലൂയ. നമ്മൾ ഒരു സ്ഥലത്തോട്ട് പോകുമ്പോൾ ആ സ്ഥലത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. നമുക്ക് മുൻപേ ആരുണ്ട്? ദൈവത്തിന്റെ സൈന്യമുണ്ട്. അതിന് ഇനി ഇട്ടോ കുഴപ്പമില്ല. നമുക്ക് മുൻപേ ആരുണ്ട്? ദൈവത്തിന്റെ സൈന്യമുണ്ട്. തൊട്ട് പിന്നാലെ നമ്മൾ പോകും. ഹല്ലേലൂയ. പുറകെ മറ്റവന്മാർ വരും. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ കൂട്ടത്തോടാ പോകുന്നേ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, ഏവം പുറകെ നടന്നാൽ ദൈവത്തിന് നമ്മളെ കൊണ്ട് ചെയ്യിക്കാനുള്ളത് ദൈവം നമ്മളിലൂടെ ചെയ്തിരിക്കുക. ദേശങ്ങളെ പിടിക്കുന്ന, പട്ടണങ്ങളെ പിടിക്കുന്ന, രാജ്യങ്ങളെ പിടിക്കുന്ന ഒരു അഭിഷേകം ദൈവം CGM-ന്റെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മളത് ചെയ്യും. ഇപ്പൊ ഒരു യാബോക്കിന്റെ കടവില ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, ശത്രുവിന്റെ മണ്ഡലങ്ങൾ നമ്മൾ ഒഴിഞ്ഞു പോകുന്ന ദിവസങ്ങളായിരുന്നു. അവന്റെ തന്ത്രങ്ങളെ ഉടയ്ക്കുന്ന, അവന്റെ പ്ലാനുകളെ പൊളിക്കുന്ന, അവന്റെ എന്നേക്കുമായി ഒഴിഞ്ഞു പോകുന്ന ഒരു അസാധാരണമായ യാബോക്കിന്റെ കടവില നമ്മൾ നിൽക്കുന്നത്. ഞാൻ പറയും, we are at Jabbok. നമ്മൾ യാബോക്കിന്റെ കടവില. GGM യാബോക്കിന്റെ കടവില. ഇതിനകത്തിരിക്കുന്ന പല കുടുംബങ്ങളും നിങ്ങളുടെ ജീവിതത്തിനുമായി ബന്ധപ്പെട്ട് യാബോക്കിന്റെ കടവില. സ്വർഗം അതിനകത്ത് എന്താ ആഗ്രഹിക്കുന്ന അറിയാമോ? അവിടെ നമുക്ക് വേണ്ടി ഒരുവൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ നമുക്ക് വേണ്ടി നമുക്ക് ഓരോരുത്തർക്ക് വേണ്ടി അവൻ കർത്താവിന്റെ സാന്നിധ്യം വെയിറ്റ് ചെയ്യുന്നുണ്ട്. കർത്താവ് പറയാ, വാ യാബോക്കിന്റെ കടവിലോട്ട് നീ ഒന്ന് ഇറങ്ങി വാ. രാത്രി നീ ഇറങ്ങിയ രാവിലെ പുറത്തോട്ട് പോകത്തുള്ളൂ. പക്ഷെ പുറത്തോട്ട് ഇറങ്ങുമ്പോ നീ പഴയതുപോലെ ആയിരിക്കത്തില്ല പോകുന്നത്. പുറത്തോട്ട് നീ ഇറങ്ങുന്നത് ഒരു പുതിയ വ്യക്തിത്വമാണ്. ഒരു യാബോക്ക് കിടപ്പുണ്ട് മുമ്പിൽ. ഈ യാബോക്കിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഇതിനകത്തോട്ട് കയറുമ്പോ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാ. ഹല്ലേലൂയ. അത് വെളിപ്പെട്ടാ പറഞ്ഞെന്നറിയാവോ? ഒന്നാമത് പറഞ്ഞ കാര്യം, ഒന്ന് പാസ്റ്റർ തളരണം. പറഞ്ഞ റീസൺ, കൂടെ നിൽക്കുന്നവർ വീണ പാസ്റ്റർ തളരുമല്ലോ. പാസ്റ്റർ പറഞ്ഞാൽ ഒറ്റയ്ക്കാണെങ്കിൽ ദൈവം എന്നെ ഏൽപ്പിച്ചാൽ ഞാൻ ചെയ്യും. ഒന്ന് നിങ്ങൾ ശാരീരികമായി തളരണം, രണ്ട് നിങ്ങൾ മാനസികമായി തളരണം. ഹല്ലേലൂയ. എനിക്കൊരു കാര്യം അറിയാം, എൻ്റെ കർത്താവ് നമ്മുടെ കൂടെ ഉള്ളിടത്തോളം, കർത്താവ് നമ്മുടെ കൂടെ ഉള്ളിടത്തോളം ഏതൊക്കെ ശത്രുമണ്ഡലം വെല്ലുവിളിച്ചു വന്നാലും ഞാൻ മുഴങ്കാൽ മടക്കിയിട്ട് കർത്താവിനോട് പറയും, കർത്താവേ എനിക്കൊന്നറിയാം, ആരൊക്കെ മാറിപ്പോയാലും മാറിപ്പോകാത്തവനായി, ആരൊക്കെ മടുത്തു പോയാലും മടുക്കാത്തവനായി, ആരൊക്കെ ക്ഷീണിച്ചു പോയാലും ക്ഷീണിച്ചു പോകാത്തവനായി ആ കർത്താവ് ഞങ്ങളുടെ കൂടെ ഉള്ളിടത്തോളം ഞങ്ങളെ തോൽപ്പിക്കാൻ ഈ ലോകത്തിന്റെ ഒരു ശക്തികൾക്കും കഴിയത്തില്ല. ഇന്ന് പകൽക്കാലം ഇതിനകത്തൊന്നും കൊല്ലത്തൊന്നും എറണാകുളത്തൊന്നും കൊട്ടാരക്കരയൊന്നും ആളുണ്ട് മീറ്റിങ്ങിന്. ഹല്ലേലൂയ. ഹല്ലേലൂയ. വണ്ടി പിടിച്ചിവിടെ വന്നതെന്നറിയാവോ? ചലിക്കുന്ന ദൈവ സാന്നിധ്യത്തെ തേടിയ ഞാൻ ഒരു കാര്യം പറയാം, നമ്മൾ ഈ യാബോക്കിന്റെ കടവില ചിലതിനെ നമ്മളവിടെ തകർക്കാൻ പോവുക. അവിടെ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. ഈ യാബോക്ക് കടവ് കടന്ന് പുറത്തിറങ്ങുന്ന യാക്കോബ് വെറും യാക്കോബല്ല. ഹല്ലേലൂയ. വെറും യാക്കോബല്ല. യാബോക്കിന്റെ കടവ് കടന്ന് പുറത്തിറങ്ങുന്ന യാക്കോബ് ഇസ്രായേലാ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. പുറത്തിറങ്ങുന്ന മനുഷ്യൻ യാക്കോബല്ല, പുറത്തിറങ്ങുന്ന മനുഷ്യൻ ഇസ്രായേലാ. യാബോക്കിന്റെ കടവിലോട്ട് കേറുമ്പോ യാക്കോബാ, പക്ഷെ പുറത്തിറങ്ങുമ്പോ ഇസ്രായേലാ.
കേറുമ്പോ ഒറ്റൊരുത്തനാ, പുറത്തിറങ്ങുമ്പോ ജാതിയാ. കേറുമ്പോ ഒറ്റ ഒരു മനുഷ്യനാ, പുറത്തിറങ്ങുമ്പോ വലിയൊരു സമൂഹമാ. നമ്മൾ യാബോക്കിന്റെ കടവില, യാബോക്കി നിൽക്കുക. ഈ യാബോക്കിനകത്തൊരു പ്രത്യേകതയുണ്ട്. പ്രാർത്ഥനയ്ക്കാ കയറുന്നേ. ഹല്ലേലൂയ. കയറി കഴിഞ്ഞപ്പോൾ യാക്കോബ് പറയാ, ഇത് ചിന്തിച്ച പോലത്തെ എളുപ്പ പരിപാടിയല്ല. കുറെ നേരം അതിനകത്ത് നിന്നപ്പോൾ തൊടയുടെ തടം ഉളുക്കി. പിന്നെ ഇങ്ങനെ നടക്കുന്നേ. എന്നാലും പറയും വിട്ടുകളയത്തില്ല. ഹല്ലേലൂയ. ഏതുവരെ മല്ല് പിടിച്ചെന്നറിയാമോ? പ്രഭാതം വരെ മല്ല് പിടിച്ചു. ആരാന്നറിയാണ്ട മല്ല് പിടിക്കുന്നേ. പക്ഷെ യാക്കോബിനറിയാം, ഇവിടെ എന്നെ തേടി ഇറങ്ങി വന്നിരിക്കുന്നൊരു സാന്നിധ്യമുണ്ട്. ഇവിടെ എന്നെ വെയിറ്റ് ചെയ്യുന്ന സംതിങ് സ്പെഷ്യലായിട്ടൊന്നുണ്ട്. എൻ്റെ ജീവിതത്തിൻ്റെ വഴിത്തിരിവാകുന്ന ഒന്ന് ഇതിനകത്തുണ്ട്. കാരണം എനിക്ക് അവൻ്റെ പ്രസൻസ് ഇതിനകത്ത് അറിയാം. എനിക്കിവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യം അറിയാം. അതുകൊണ്ട് ആ സാന്നിധ്യത്തിൽ നിന്ന് എനിക്ക് പ്രാപിക്കാനുള്ളത് പ്രാപിച്ചിട്ടല്ലാതെ ഞാൻ പുറത്തിറങ്ങത്തില്ല. ഹല്ലേലൂയ. പ്രഭാതം വരെ ആ മനുഷ്യനോട് മല്ല് പിടിക്കുക. പ്രഭാതം വരെ വചനം അങ്ങനെ പറയുന്നേ. പ്രഭാതം വരെ ആ മനുഷ്യനോട് മല്ല് പിടിച്ചു. ആ പ്രഭാതമായപ്പോൾ ഈ മനുഷ്യൻ പറയുക, എന്നെ വിട്. അല്ലേ, പ്രഭാതമായല്ലോ. ഹല്ലേലൂയ. തൊടയുടെ തടത്തിലൊന്ന് തൊട്ടു. വേദനിച്ചിട്ട് യാക്കോബ് വിട്ടില്ല. ഹല്ലേലൂയ. മല്ല് പിടിച്ച് ജയിക്കാത്തത് കൊണ്ട് തൊട്ടതാ, എന്നിട്ടും വിട്ടില്ല. പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ എന്ത് പ്രതീക്ഷിച്ചിട്ടാണോ ഇങ്ങോട്ട് ഇറങ്ങിയത്? എന്താ പ്രതീക്ഷിച്ച് വന്നേ? 20 വർഷമായി എന്നെ പിന്തുടരുന്ന ചിലത് ഇവിടെ വന്നിട്ടുണ്ട്. ഈ സ്ഥലം ഒഴിഞ്ഞു പോകേണ്ട സ്ഥലമാണ്. ഹല്ലേലൂയ. ഈ സ്ഥലം എന്തിനുള്ള സ്ഥലമാ? വർഷങ്ങൾ കൊണ്ട് പിറകെ നടന്നത് ഒഴിഞ്ഞു പോകേണ്ട സ്ഥലമാണ് ഇത്. ഇതിനകത്തൊന്ന് ഒഴിച്ച് കളഞ്ഞിട്ടേ ഞാൻ പുറത്തു പോകത്തുള്ളൂ. ഹല്ലേലൂയ. ഇതിനകത്തൊന്ന് അതിനെ ഓവർകം ചെയ്തിട്ടേ ഞാൻ പുറത്തു വരത്തുള്ളൂ. യാക്കോബിന് പറയാനൊന്നുണ്ട്. എൻ്റെ ശക്തിയാലല്ല, എൻ്റെ ബലത്താലല്ല, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയാൽ. അവൻ സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നു, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, നിന്നാൽ ഞാൻ മതിൽ ചാടിക്കടക്കും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. ചിലത് പരാജയപ്പെടുത്തി കളയാൻ പുറകെ വരുന്നതുണ്ട്. പക്ഷെ ഇന്ന് പകൽക്കാലം യാബോക്കിന്റെ കടവിനകത്തോട്ടൊന്ന് വിശ്വസ്തയോടെ ആത്മാർത്ഥതയോടെ ഇറങ്ങി ഒന്ന് ഇരുന്നു കൊടുത്താൽ തകർത്ത് കളയും എന്ന് പറയുന്ന ചിലത്, ഹല്ലേലൂയ, ഒതുക്കി കളയുമെന്ന് പറയുന്ന ചിലത് നിന്നിൽ നിന്ന് എന്നേക്കുമായി ഒഴിഞ്ഞു പോകാൻ പോവുക. ഹല്ലേലൂയ. യാബോക്കിന്റെ കടവില് യാക്കോബ് മല്ല് പിടിക്കുക. പ്രഭാതമായപ്പോൾ ഇദ്ദേഹം പറയുക, എന്നെ വിട, ഉഷസായി, ഞാൻ പൊക്കോട്ടെ. യാക്കോബ് പറയുക, എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ല. അദ്ദേഹം പറഞ്ഞു, ശരി, നീ എന്തായാലും മല്ല് പിടിച്ചതല്ലേ. ഒന്നാമത് കയ്യൂക്കും ബുദ്ധിയും കൂർമ്മ ബുദ്ധിയും ഒക്കെ കൊണ്ട് അപ്പനെ പറ്റിച്ചു, ജ്യേഷ്ഠനെ പറ്റിച്ചു, അമ്മായിയപ്പനെ പറ്റിച്ചു, ഒക്കെ എല്ലാം നേടി. ഹല്ലേലൂയ. പക്ഷെ ആ പരിപാടി എൻ്റെ അടുത്ത് നടക്കത്തില്ല. കർത്താവ് ചോദിക്കുക, നിന്റെ പേരെന്താ കുഞ്ഞേ? ഹല്ലേലൂയ. യാബോക്കിന്റെ കടവിൽ യാക്കോബിനോട് ചോദിക്കുന്ന ചോദ്യം എന്തുവാ? നിന്റെ പേരെന്താ? ദൈവത്തിന് യാക്കോബിന്റെ പേരറിയാൻ മേലേ? അറിയാം. ഹല്ലേലൂയ. ഉദരത്തിൽ കിടക്കുമ്പോൾ നോക്കി പ്രവചിച്ച ദൈവത്തിന്, ജനിക്കുന്നതിന് മുമ്പ് നോക്കി പ്രവചനം പറഞ്ഞ, ആമേൻ, ഹല്ലേലൂയ, പ്രവചനം കിട്ടിയ മനുഷ്യനാ. ഈ മനുഷ്യന്റെ പേര് ദൈവത്തിന് അറിയാണ്ടിരിക്കുവോ? യാക്കോബാണ് പേരെന്ന് ഇട്ടില്ല. പേരെന്താ? യാക്കോബ്. പേരിട്ടില്ല. അതിനു മുമ്പേ ദൈവത്തിന് യാക്കോബിന്റെ പേരറിയാം. നേരത്തെ പറയുക പുള്ളിക്കാരൻ ഇങ്ങനാന്ന്. ഹല്ലേലൂയ. ചോദിക്കാം, നിന്റെ പേരെന്താ കുഞ്ഞേ? യാക്കോബ് പറയും, എൻ്റെ പേര് യാക്കോബ്. യാക്കോബ് എന്ന പേരിൻ്റെ അർത്ഥം എന്താണെന്നറിയാവോ? വഞ്ചകൻ, സൂത്രശാലി, ചതിയൻ എന്നൊക്കെയാ. ഹല്ലേലൂയ. എന്താ അവിടെ യാബോക്കിൻ്റെ കടവിൽ എന്താ സംഭവിച്ചത്? വാസ്തവത്തിൽ എന്താ യാബോക്കിൻ്റെ കടവിൽ സംഭവിച്ചത്? ഞാൻ ഇങ്ങനെ പറയും. അന്നുവരെയുള്ള യാക്കോബിൻ്റെ വ്യക്തിത്വം, അന്നുവരെയുള്ള യാക്കോബിൻ്റെ പേഴ്സണൽ ലൈഫ്,
ദൈവസന്നിധിയിൽ സറണ്ടർ ചെയ്യുക പൂർണ്ണതയോടെ. ലോകത്തിനറിയാവുന്ന യാക്കോബിനെ അല്ല യാക്കോബ് സറണ്ടർ ചെയ്തത്. എന്ന് വെച്ചാൽ പുറം മനുഷ്യനെ അല്ല യാക്കോബ് അവിടെ സറണ്ടർ ചെയ്തത്, തൻ്റെ അകത്ത മനുഷ്യനെ. ഹല്ലേലൂയ. തൻ്റെ വ്യക്തിത്വത്തെ ഇന്നലകളിൽ കൂർമ്മ ബുദ്ധി കൊണ്ട്, സൂത്രബുദ്ധി കൊണ്ട്, അവൻ സകലത്തെയും മനുഷ്യനോട് മല്ല് പിടിച്ച ബുദ്ധി കൊണ്ട്, ഹല്ലേലൂയ, അവൻ ആ ബുദ്ധിയിൽ നിന്ന് ആ യാക്കോബിനെ അവിടെ കൊണ്ട് സറണ്ടർ ആകുക. ദൈവം പറയും, എൻ്റെ അടുത്ത് ആ കളി നടക്കത്തില്ല. യാക്കോബ് വിചാരിച്ചു ഇവിടെ അവൻ മല്ല് പിടിച്ച് ജയിച്ചേക്കാമെന്ന്. കർത്താവ് പറയാം, അവിടെ അല്ല നീ ജയിക്കാൻ പോകുന്നേ. ഹല്ലേലൂയ. സറണ്ടർ ആകും. നിന്റെ പേരെന്താ? യാക്കോബ് പറയും, എൻ്റെ പേര് യാക്കോബാ. പൂർണ്ണമായി ദൈവസന്നിധിയിൽ യാക്കോബ് സറണ്ടറായി കൊടുത്തു. ഹല്ലേലൂയ. വചനം അങ്ങനെ പറയുന്നേ, പൂർണ്ണമായി യാക്കോബ് ദൈവത്തിൻ്റെ സന്നിധിയിൽ സറണ്ടറായി കൊടുത്തു. വചനം ഇങ്ങനെ പറയുന്നു, ഹല്ലേലൂയ. യാക്കോബ്, എൻ്റെ പേര് യാക്കോബ് എന്ന് പറയുമ്പോൾ ദൈവം പറയാ, നീ ഇനി യാക്കോബല്ല, നിന്റെ പേരിന് ഇസ്രായേൽ എന്നാ. നീ മനുഷ്യനോട് മാത്രമല്ല മല്ല് പിടിച്ച് ജയിച്ചത്, നീ ദൈവത്തോട് മല്ല് പിടിച്ച് ജയിച്ചത് കൊണ്ട്, ഹല്ലേലൂയ, നിന്റെ പേര് ഞാൻ മാറ്റുക, നിന്റെ വ്യക്തിത്വത്തെ നാം മാറ്റുക. നിങ്ങൾ യാക്കോബിൻ്റെ പിന്നത്തെ ചരിത്രം പഠിച്ചു നോക്കിയാൽ അവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്നുണ്ട്. അതിനുശേഷം യാക്കോബ് ഒരുവൻ്റെയും ഒന്നിനു വേണ്ടിയും അനാവശ്യമായി ആഗ്രഹിച്ചിട്ടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നശിപ്പിക്കണമെന്നോ എന്തെങ്കിലും നേടണമെന്നോ യാക്കോബ് ആഗ്രഹിച്ചിട്ടില്ല. അന്നയോടെ യാക്കോബ് പൂർണ്ണമായി ദൈവസന്നിധിയിൽ സറണ്ടർ ആകുകയായിരുന്നു. ഹല്ലേലൂയ. യാബോക്കിൻ്റെ കടവ്, ദൈവ സാന്നിധ്യം നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സ്ഥലം. യാബോക്കിൻ്റെ കടവ് നമ്മൾ പൂർണ്ണമായി സറണ്ടർ ആകപ്പെടേണ്ട സ്ഥലം. യാബോക്കിൻ്റെ കടവ് നമ്മുടെ വ്യക്തിത്വത്തെ മാറ്റുന്ന സ്ഥലം. യാബോക്കിൻ്റെ കടവ് നമ്മുടെ, ഹല്ലേലൂയ, ഇന്നലകളിലെ ശൂന്യതകളെ, ഇന്നലകളിലെ കുറവുകളെ സറണ്ടർ ചെയ്യേണ്ട സ്ഥലം. യാബോക്കിൻ്റെ കടവ് നമ്മുടെ പേർ മാറ്റുന്ന സ്ഥലം. പക്ഷെ ഒരു കാര്യം, കർത്താവിൻ്റെ സറണ്ടർ ആകണം. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിനകത്ത് ഒരു യാബോക്കിൻ്റെ കടവുണ്ട്. നിങ്ങളായി ആ കടവിലോട്ട് ഇറങ്ങിയില്ലെങ്കിൽ സ്വർഗം ഞങ്ങളെ ഇറക്കും. കേൾക്കുന്നവരൊന്ന് കരങ്ങളെ ഉയർത്തി ശക്തിയോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ചോദിക്കും എങ്ങനാന്ന്? ദൈവത്തിനറിയാം യാക്കോബ് തന്നെ കടവിലോട്ട് ഇറങ്ങത്തില്ലെന്ന്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്തേന്നറിയാമോ, യേശാവിനെ കുറിച്ചൊരു ഭയം യാക്കോബിൽ അങ്ങ് അനുവദിച്ചു കൊടുത്തു ദൈവം. ഹല്ലേലൂയ. അതുകൊണ്ട് ലാബാന്റെ അടുക്കൽ സേഫ് ആയിരുന്നിടത്തുനിന്ന് വിളിച്ചിറക്കിക്കൊണ്ട് വരുന്ന, വാ, നിന്നെ സറണ്ടർ ചെയ്യിക്കാൻ സമയമായി, യാബോക്കിന്റെ കടവിലോട്ട് നിന്നെ കൊണ്ടുവരാൻ സമയമായി. നീ എപ്പോ സറണ്ടർ ആകുമോ, എനിക്കപ്പം നിന്റെ പേര് മാറ്റണം. യാബോക്കിന്റെ കടവിൽ സംതിങ് സ്പെഷ്യൽ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഒരു പക്ഷേ രോഗമായിരിക്കാം നിങ്ങളുടെ യാബോക്കിൻ്റെ കടവിലേക്ക് നിങ്ങളെ തള്ളിക്കൊണ്ടുപോകുന്നത്. സാമ്പത്തിക പ്രതിസന്ധി ആയിരിക്കാം യാബോക്കിലേക്ക് നിന്നെ തള്ളിക്കൊണ്ടുപോകുന്നത്. ഒറ്റപ്പെടലായിരിക്കാം യാബോക്കിൻ്റെ കടവിലേക്ക് നിങ്ങളെ തള്ളിക്കൊണ്ടുപോകുന്നത്. ഈ യാബോക്കിൻ്റെ കടവിലെ ഒരു രാത്രിക്ക് എത്ര ദൈർഘ്യമുണ്ടെന്ന് എന്നോട് ചോദിക്കരുത്. എനിക്കറിയാൻ വയ്യ. ഹല്ലേലൂയ. എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാ, സങ്കീർത്തനം പറയുന്നു, സന്ധ്യയെങ്കിലോ കരച്ചിൽ വന്ന് രാപാർക്ക്, പക്ഷെ ഉഷസാകുമ്പോ ഒരാനന്ദ കോശമുണ്ട്. നിന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടത്തിൽ ആരംഭത്തിൽ നീ യാബോക്കിലേക്ക് കടക്കുക. അവിടെ നീ പ്രാർത്ഥനയോടെ നില്ല. അവൻ ഒരു പ്രഭാതം നിനക്കായി വരുന്നുണ്ട്. ആ പ്രഭാതത്തിൽ നിന്റെ പേര് മാറ്, നിന്റെ ആളത്വം മാറ്, നിന്റെ ഇന്നലകളിലെ തകർച്ചകൾ മാറ്. പിന്തുടർന്ന് വരുന്ന ദീർഘനാളത്തെ ചില പരാജയങ്ങൾ അത് നിന്നെ വിട്ട് മാറിപ്പോകും. Hallelujah, hallelujah, hallelujah. ചിലത് നിങ്ങളെ വിട്ട് മാറുക, ചിലത് നിങ്ങളെ വിട്ട് മാറുക. ചില സാഹചര്യങ്ങൾ യാബോക്കിലേക്ക് നിന്നെ തള്ളിവിടുന്നുണ്ടാകാം. ഒരുപക്ഷെ ദൈവമാവ് നിങ്ങളെ യാബോക്കിലേക്ക് വിളിക്കുന്നുണ്ടാകാം. ഇന്ന് രാത്രികാലം തിരിച്ചറിയാം, ഇന്നുകൾ നീ അനുഭവിക്കുന്ന ചില പ്രതിസന്ധികളില്ലേ, ഇന്നുകൾ നീ അനുഭവിക്കുന്ന ചില രോഗങ്ങളില്ലേ, ഇന്നുകൾ നീ അനുഭവിക്കുന്ന ചില പ്രശ്നങ്ങളില്ലേ, അത് യാബോക്കിലേക്ക് നിന്നെ വരുത്താനുള്ള ദൈവം അനുവദിച്ച ചില മാർഗങ്ങളാ. ഇന്ന് പകൽക്കാലം ഏൽപ്പിച്ചു കൊടുക്കുക. ഈ യാബോക്കിനകത്ത്
നീ കയറി ഇറങ്ങുമ്പോ ഇന്നലത്തെ വ്യക്തിത്വമായിരിക്കത്തില്ല, നീ ഒരു പുതിയ വ്യക്തിയായി. യാബോക്കിന്റെ കടവിൽ നിൽക്കുന്ന പ്രിയ ദൈവമക്കളെ, കാലുളുക്കാൻ സാധ്യതയുണ്ട്, പക്ഷെ വിട്ടേക്കരുത്. അവിടെ നിനക്ക് വേണ്ടി ഇറങ്ങി നിൽക്കുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. നീ അതിനകത്തുനിന്ന് പുറത്തു വരുന്നത് അങ്ങോട്ട് പോയ ഒറ്റ മനുഷ്യനായിട്ടല്ല, നീ അതിനകത്തുനിന്ന് പുറത്തു വരുന്നത് അവൻ പുതിയൊരു പേരുമായി. ഒരു നിമിഷം എല്ലാവരും കണ്ണുകളെ മൂടിയേ. ദൈവസ്ഥാനം എഴുന്നേറ്റ് തന്നെ. ഇതിനകത്ത് അസാധാരണമായ ഒരു ദൈവ സാന്നിധ്യം ചലിക്കുന്നു. നിങ്ങൾക്കതിനെ റിസീവ് ചെയ്യാൻ കഴിയുമെങ്കിൽ ചില വ്യക്തികളെ ദൈവം യാബോക്കിന്റെ കടവിലേക്ക് ക്ഷണിക്കുക. യാബോക്കിലേക്ക് ക്ഷണിക്കുക. ചില പ്രശ്നങ്ങൾ, ചില പ്രതിസന്ധികൾ വരുമ്പോൾ പ്രശ്നത്തിനകത്ത് മുങ്ങിപ്പോകാനല്ല, യാബോക്കിന്റെ കടവിലോട്ടൊന്ന് കയറി വാ, യാബോക്കിലേക്കൊന്ന് ഇറങ്ങി വാ. അവിടെ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. എന്തിനു വേണ്ടിയെന്നറിയാമോ? നിന്നെ മാത്രം പ്രതീക്ഷിച്ചൊരുവൻ അവിടെ ഇരിപ്പുണ്ട്. ആ പ്രതിസന്ധിയുടെ നടുവിൽ, ആ കണ്ണുനീരിന്റെ നടുവിൽ, ആ പ്രശ്നത്തിന്റെ നടുവിൽ നിന്നെ പ്രതീക്ഷിച്ചൊരാളുടെ ഇരിപ്പുണ്ട്. നീണ്ട വർഷങ്ങളായി നിന്നെ പിന്തുടർന്നു വരുന്ന ചില വിഷയങ്ങളില്ലേ, നീണ്ട നാളുകളായി നിന്നെ പിന്തുടർന്നു വരുന്ന ചില ഭയങ്ങളില്ലേ, ഇന്ന് പകൽക്കാലം ഈ യാബോക്കിന്റെ കടവ് അത് നിന്നെ അവൻ ഒഴിഞ്ഞു പോകുക. യാബോക്കിന്റെ കടവിൽ നീ എത്തുമ്പോ അതിനകത്തുനിന്ന് ഒരു മല്ലയുദ്ധം കഴിഞ്ഞ് നീ പുറത്തിറങ്ങുമ്പോ നീണ്ട 20 വർഷങ്ങൾ നിന്നെ പിന്തുടർന്നു വന്ന ചിലത് നിന്നെ എന്നേക്കുമായി വിട്ടുമാറുക. എത്ര പേർ തിരിച്ചറിയുന്നു, കർത്താവ്, ഞാനിന്ന് യാബോക്കിന്റെ കടവിൽ നിൽക്കുക, പ്രതിസന്ധികൾ എന്നെ യാബോക്കിന്റെ കടവിലേക്ക് തള്ളിയിട്ടു. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം, ഇന്ന് പകൽക്കാലം ചിലരെ യാബോക്കിന്റെ കടവിലേക്ക് ക്ഷണിക്കുക. ഒന്ന് കയറി വാ. പ്രാർത്ഥനയാകുന്ന യാബോക്കിന്റെ കടവിലേക്ക് ഞാൻ നിന്നെ ഇവിടെ വെയിറ്റ് ചെയ്യുക. നിന്നെ എനിക്ക് പുറത്തെടുക്കണം. നിനക്കുള്ള സമയമായി യാക്കോബേ, നിന്റെ വാഗ്ദത്ത നിവർത്തീകരണത്തിന്റെ, നിന്റെ മേൽ കിടക്കുന്ന ദൈവിക നിയോഗത്തിന്റെ സമയമായി ഇന്ന് പകൽക്കാലം ഒന്ന് പുറത്തു വാ. പ്രതിസന്ധിക്കകത്ത് വന്നാലും പ്രാർത്ഥിക്കാൻ അനുവദിക്കാതെ നിന്നെ മൂടിക്കളയുന്ന മണ്ഡലങ്ങൾ ഉണ്ടാകാം. പക്ഷെ ഇന്ന് പകൽക്കാലം സ്വർഗം പറയുക, അവയൊന്ന് അവൻ കടവ് കടത്തി അപ്പുറം വിട്ടേച്ച. ഇന്ന് പകൽക്കാലം സ്വർഗം പറയുക, ഒന്ന് പുറത്തു വാ, ഒന്ന് ആ കടവിലേക്ക് തനിച്ച് ശേഷിക്കുക. യാബോക്കിന്റെ കടവിൽ നിനക്ക് കൂട്ട് കാണത്തില്ല, യാബോക്കിന്റെ കടവിൽ നിന്നെ താങ്ങാൻ ആള് കാണത്തില്ല, നിന്റെ കാലൊളുക്കിയ സഹായത്തിന് ആള് കാണത്തില്ല. പക്ഷെ അതിന്റെ നടുവിൽ ഒരുവന്റെ സാന്നിധ്യം ഇന്ന് പകൽക്കാലം നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവന്റെ സാന്നിധ്യത്തെ തിരിച്ചറിയുന്നവർ പറയാ, ഞാൻ ഇതിനകത്തൊന്ന് പുറത്തു വരുന്നത് ഒരു സാധാരണ വ്യക്തിയായിട്ടായിരിക്കത്തില്ല. ചതിയനായ വഞ്ചകനായ യാക്കോബിന്റെ പേര് മാറ്റി എന്റെ ജനമെന്ന് ഇസ്രായേൽ എന്ന പേര് കൊടുത്ത് യാബോക്കിന്റെ പുറത്തേക്ക് യാക്കോബ് ഇറങ്ങുമ്പോ യാക്കോബ് പറയോ, എന്റെ ചരിത്രത്തെ മാറ്റുവാൻ എന്റെ ജീവിതത്തിൽ ഒരു യാബോക്ക് ഉണ്ടായിരുന്നു. ഇന്ന് രാത്രികാലം നിന്റെ ചരിത്രത്തെ മാറ്റുവാൻ ചില യാബോക്കുകളെ ദൈവം ഒരുക്കുക. അവിടെ നീ ചിന്തിക്കുന്നത് പോലല്ല, നിന്നെ തേടി ഒരു ദൈവ സാന്നിധ്യം ഇറങ്ങുന്നുണ്ട്. അവിടെ നീ ചിന്തിക്കുന്നത് പോലെ അല്ല, നിന്നെ തേടി ഒരു ദൈവ മഹത്വം ഇറങ്ങുന്നു. കരങ്ങളെ ഒന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തി പറഞ്ഞേ, കർത്താവേ, ഇന്ന് ഞങ്ങൾ യാബോക്കിന്റെ കടവില കഥാവേ, ഞങ്ങൾ മിനിസ്ട്രി, ഞങ്ങൾ ഇതിനകത്ത് നിൽക്കുന്ന ചില കുടുംബങ്ങൾ യാബോക്കിന്റെ കടവില, ജീവിതത്തിന്റെ പ്രതിസന്ധികൾ യാബോക്കിന്റെ കടവിലേക്ക് അവൻ തള്ളിവിട്ടവരുണ്ട്. ദൈവ സാന്നിധ്യത്തിന്റെ പിന്നാലെ അവൻ ഹല്ലേലൂയ യാബോക്കിന്റെ പടകിലേക്ക് ഇറങ്ങി വന്നവരുണ്ടപ്പാ. ഇന്ന് പകൽക്കാലം ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ യാബോക്ക് കടന്നവർ പുറത്തിറങ്ങുമ്പോ ഒരൊറ്റ മനുഷ്യരായി ഇറങ്ങാതെ സ്വർഗ്ഗമേ, അങ്ങ് ഞങ്ങളെ വർദ്ധിപ്പിക്കണമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ വർദ്ധിപ്പിക്കണമേ. അവരുടെ എല്ലാ മേഖലകൾക്കകത്ത് അവർ ജയാളികളായി വർദ്ധിക്കട്ടെ, എണ്ണത്തിൽ പെരുകട്ടെ, സമ്പത്തിൽ പെരുകട്ടെ,
കഥാവേ, അങ്ങയുടെ മഹത്വം ഞങ്ങൾക്കായി ചലിക്കണം. ഞങ്ങൾ യാബോക്കിൻ്റെ തീരത്താ കഥാവ്, യാബോക്കിൻ്റെ കടവിലാണ് നിൽക്കുന്നേ. ഇതിനകത്തുനിന്ന് ഞങ്ങൾ ജയത്തോടെ പുറത്തു വരട്ടെ. അവൻ പ്രാർത്ഥനയ്ക്കായി കഥാവിൻ്റെ ആത്മാവ് ഞങ്ങളെ ക്ഷണിക്കുമ്പോൾ വിട്ടുപോകാനല്ല, ചേർന്ന് വന്ന് അല്ലെ ജീവിതത്തിനെ ചേഞ്ച് ചെയ്യിക്കുന്ന ചില വിടുതലുകളെ പ്രാപിച്ചെടുക്കുവാൻ തക്കവണ്ണം ഇന്ന് പകൽക്കാലം സ്വർഗമേ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ജലത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് തരുന്നു. അഭിഷേകത്തിൻ്റെ ശക്തിയോടെ നിർത്തിയാട്ടെ. ഇന്ന് രാത്രികാലം സ്വർഗം പറയുക, യാബോക്കിൻ്റെ കടവ് നിന്നെ വ്യസനിപ്പിക്കുന്നതല്ല. യാബോക്കിൻ്റെ കടവ് നിന്നെ പണിയുന്ന കടവ്. യാബോക്കിൻ്റെ കടവ് നിന്നെ തളർത്തുന്ന കടവല്ല. യാബോക്കിൻ്റെ കടവ് നിനക്ക് വേണ്ടി സ്പെഷ്യലായി ചിലതിനെ കരുതി വെക്കുന്ന കടവ. സ്വർഗമേ, അങ്ങയുടെ വാഗ്ദത്തത്തെയും അങ്ങയുടെ ദൂതിനെയും ഞങ്ങൾ റിസീവ് ചെയ്യുവാണ്. ഈ യാബോക്കിന്റെ കടവിൽ നിന്ന് ഞങ്ങൾ വർധനവോടെ പുറത്തിറങ്ങട്ടെ. ജീജിയം വർധനവോടെ പുറത്തിറങ്ങട്ടെ. ഞങ്ങൾ എണ്ണത്തിൽ പെരുകട്ടെ. ഞങ്ങൾ ഹല്ലേലൂയ, ദൈവം ഞങ്ങളുടെ മെരിട്ടിരിക്കുന്ന നിയോഗങ്ങളെ പ്രാർത്ഥനയോടെ ഞങ്ങൾ പിടിച്ചെടുക്കട്ടെ. പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലുവാൻ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ശക്തി ഞങ്ങൾക്കായി പകർന്നാട്ടെ. ദൈവകരങ്ങളിലേക്ക് തരുന്ന കഥാവേ, തുറന്നും കഥാവിൻ്റെ സാന്നിധ്യവും മഹത്വവും ഞങ്ങളോട് കൂടെ ഇരിക്കണം. കൃപയിൽ പൊതിയണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.